അവർ കഞ്ചാവ് കാടിന്റെ ഉള്ളിലേക്ക് മറിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ട്രിപ്പായന്റെ ആ ഒരു മൂഡില് ടോം ഇപ്പൊ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് അവർക്ക് കാണാൻ പാകത്തിന് അങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. അപ്പൊ അവന്റെ കറക്റ്റ് നെറ്റിയിലായിട്ട് ആ ഒരു ലേസർ വന്നിട്ട് തട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ മെർലി ഷൂട്ട് ചെയ്യാണ്. പക്ഷെ അവൻ ഷൂട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ ടോം അവിടുന്ന് കുനിയുന്നുണ്ട്. എന്നിട്ട് അവരെ കളിയാക്കിയിട്ട് ചിരിച്ചിട്ട് ഇവരവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ഇങ്ങനെ പോവാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഡാന്റെ നെറ്റിയിലേക്ക് ലേസർ വന്ന് വീഴുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഡാൻ അവിടെ പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ മെർലി ഷൂട്ട് ചെയ്യുന്നത്. ഡാൻ ഇപ്പൊ ട്രിപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബുള്ളറ്റ് വരുന്നതൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവന് കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സ്ലോ മോഷനിൽ ബുള്ളറ്റ് ഇങ്ങനെ വന്നിട്ട് ആ ഒരു മാട്രിക്സ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള പോലെ അവൻ ഇങ്ങനെ ബാക്കോട്ടേക്ക് മറിഞ്ഞിങ്ങനെ നിൽക്കുക. എന്നിട്ട് ആ ഒരു ബുള്ളറ്റിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ടോമും ചെറിയും കൂട്ടിട്ട് ഇവനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് ഇവനിങ്ങനെ ബാക്കോട്ടേക്ക് നിന്നിട്ട് നീന്തുന്ന പോലെ കാണിച്ചിട്ട് പറയാണ് മാട്രിക്സ് സിനിമയിലുള്ള പോലെ അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ കിടന്ന് മാട്രിക്സ് കളിക്കാണ്ട് എണീറ്റ് വാടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനെ കൂട്ടിയിട്ട് അവരവിടുന്ന് ഓടുകയാണ്. ആ ഒരു കാട്ടിക്കൂടെ ഇപ്പൊ ഭയങ്കര സ്പീഡിൽ ഇവർ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജെറിക്ക് ബില്ലിയുടെ ആ ഒരു ചെറുപ്പത്തിലുണ്ടായിരുന്ന രൂപം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ബില്ലി ജെറീന്റെ അടുത്ത് സംസാരിക്കുകയാണ്. നിങ്ങളെല്ലാരും കൂടിയിട്ട് ആ ഒരു നിധി തെരഞ്ഞിറങ്ങിയതാണല്ലേ മക്കളെ, അതെന്തായാലും എനിക്ക് ഇഷ്ടമായി, ഞാനും കൂടി വരണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്തല്ല എന്റെ കാറ്റ് പോയത്. ഈ എപ്പിസോഡില് ഞാൻ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരം പറയുന്നവരിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തിട്ട് അയാളെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ആക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ആവുന്ന ആൾക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള ഉത്തരം നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സിനിമാ ഭ്രാന്തന്മാരായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിമുകൾ ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഇപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു സീന് ഏത് സിനിമയിലത്തെയാണ്? ക്ലൂ വേണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ സ്ക്രീൻഷോട്ടും കൂടി കാണിച്ചു തരാം. ഇതൊരു മലയാള സിനിമയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്.